ഇത്തവണത്തെ CPM-ന്റെ പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന്, അവരുടെ വോട്ട് ബാങ്ക് ആയിരുന്ന ഈഴവ സമുദായം ഒന്നടങ്കം BJP-യിലേക്ക് പോയി എന്നുള്ളൊരു വിലയിരുത്തൽ CPM-നുണ്ട്. അതിന്റെ പിന്നിൽ തുഷാർ വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളി നടേശനും ഉൾപ്പെടെയുള്ളവരായിരുന്നു. വെള്ളാപ്പള്ളി നടേശന്റെ ഭാര്യ തന്നെ നേരിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് എത്തുന്ന കാഴ്ചയും കണ്ട്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും SNDP പിടിച്ചെടുക്കുക, അതിന്റെ തലപ്പത്തേക്ക് CPM അനുഭാവികളെ എത്തിക്കുക എന്ന പഴയ തന്ത്രം വീണ്ടും പൊടിതട്ടി എടുത്തിരിക്കുകയാണ് CPM. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് SNDP-യുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകൾ വീണ്ടും പുനഃപരിശോധിക്കാനും CPM തയ്യാറാകുന്നു. ഒപ്പം BDJS എന്ന പാർട്ടി, നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ BDJS വലിയ രീതിയിൽ തന്നെ നേട്ടമുണ്ടാക്കി. കോട്ടയം അടക്കമുള്ളിടത്ത് അവർക്ക് വലിയ രീതിയിൽ വോട്ട് വിഹിതം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആ BDJS-ന് ശക്തി ഇല്ലാത്തൊരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് അതിലുള്ള പ്രവർത്തകരെ മുഴുവൻ CPM-ലേക്ക് എത്തിക്കാൻ ഒരു ശ്രമവും നടന്നു. അതായത് ഒരു വഴിക്ക് ഒരു സമുദായം പിടിച്ചെടുക്കുക, മറുവഴിക്ക് BDJS എന്ന് പറയുന്ന പാർട്ടിയെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നൊരു തന്ത്രവുമായിട്ടാണ് ഇപ്പോൾ CPM മുൻപോട്ട് നീങ്ങുന്നതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.